ഹായ് ഫ്രണ്ട്സ്, ബി സ്ട്രോങ് ബി ബോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള 4 വർക്കൗട്ടുകളൂടെയാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു വർക്കൗട്ട് നമുക്ക് ബൈസിക്കിൾ ക്രഞ്ചാണ്. അതൊരു ഫുൾ ബോഡി വർക്കൗട്ടാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പാർട്ടിനും ഒരുപോലെ തന്നെ സ്ട്രെങ്ത് ലഭിക്കുന്ന ഒരു വർക്കൗട്ടാണ്. പ്രത്യേകിച്ച് കോർ മസിലിന് നല്ല രീതിയിൽ തന്നെ ഇത് ഗുണം ചെയ്യുന്നു. അതുപോലെ തന്നെ കൊഴുപ്പ് നല്ല രീതിയിൽ എരിച്ചു കളയാനും ഈ ഒരു വർക്കൗട്ടോട് സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഫ്ലോറിൽ ഇതുപോലെ തന്നെ കിടക്കുക. അതിനുശേഷം കൈകൾ ഇരുവശത്തുമായിട്ട്, തലയുടെ ഇരുവശത്തുമായിട്ട് വെക്കുക. പിന്നെ ഇവിടെ നിന്ന് കാല് ഇതുപോലെ ഒന്ന് ഉയർത്തുക. കാല് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ മുട്ടുമടക്കി ഇതുപോലെ ഒന്ന് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ കാലിന് എതിർവശത്തുള്ള കൈ മുട്ട് ബോഡി ഒന്ന് റൈസ് ചെയ്തുകൊണ്ട് മുകളിലേക്കൊന്ന് ഉയർത്തിക്കൊണ്ട് ഈ കാലിനോട് ഇതുപോലെ ഒന്ന് ചേർക്കുക. തിരിച്ചു പോകുന്ന സമയത്ത് കാല് പുറകിലേക്ക് വിടുമ്പോൾ കൈയും പുറകിലേക്ക് വിടുക. അതിനുശേഷം അടുത്ത കാല് അതുപോലെ തന്നെ മുട്ടുമടക്കി മുകളിലേക്ക് എടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് കൈയും കൊണ്ടുവന്നിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് വരും. നേരെ തിരിച്ചു പോകും. ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓപ്പോസിറ്റ് നിങ്ങളുടെ അപ്പർ ബോഡി കൂടി റൈസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് 1 by 1 ആയിട്ട് ഇതുപോലെ ചെയ്യാം. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം, വർക്കൗട്ട് ചെയ്ത് കുറച്ച് ദിവസം ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് നോൺ സ്റ്റോപ്പായിട്ട് ഇതുപോലെ നിർത്താതെ ചെയ്യാവും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ഫാറ്റ് മാക്സിമം നല്ല രീതിയിൽ ബേൺ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു വർക്കൗട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു വർക്കൗട്ട് നോക്കാം. റഷ്യൻ ട്വിസ്റ്റ് എന്നാണ് ഈ വർക്കൗട്ടിന് പേര്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് പ്രധാനമായിട്ടും നമ്മുടെ കോർ മസിലിൻ്റെ സ്ട്രെങ്ത്തിനോടൊപ്പം തന്നെ ഒബ്ലിക്സിൻ്റെ ആ ഒരു ഒബ്ലിക്സ് മസിലിലേക്കുള്ള ഒരു വർക്കൗട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ ഷേപ്പ്, ബോഡി ഷേപ്പ് നിലനിർത്തുന്നതിന് ഈ ഒരു വർക്കൗട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ ലോവർ ബാക്ക് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടും ഈ ഒരു വർക്കൗട്ടിലൂടെ സാധിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് കൈകൾ ഇങ്ങനെ ഇരുവശത്തേക്കോട്ട് നമ്മുടെ ബോഡി തിരിക്കാതെ അപ്പർ ബോഡി മാത്രം ടേൺ ചെയ്തുകൊണ്ട് സീറ്റ് ഇവിടെ ഉറപ്പിച്ച് വെച്ച് അപ്പർ ബോഡി മാത്രം 2 വശത്തേക്ക് തിരിച്ചുകൊണ്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു ചെറിയൊരു വെയിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതുപോലെ. ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു ആബ് റോളർ വീൽ എന്ന് പറഞ്ഞൊരു ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ബോട്ടില, എന്തെങ്കിലും ഒരു വാട്ടർ ബോട്ടിൽ അതുപോലെ എന്തെങ്കിലും ഒരു ആയിട്ട് നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ വെക്കുന്നതിലാണ്. വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അത് നമുക്ക് ആ ഒരു ഇതൊന്ന് പോയിന്റ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ ഈ മൂവ്മെൻറ്റ് കൈയിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് പോയിന്റ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. മാക്സിമം ബോഡി ടേൺ ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു സൈഡിലേക്ക് ടേൺ ചെയ്യുക. അരവണ്ണം നല്ല രീതിയിൽ കുറയാനൊക്കെ, അരവണ്ണം ഷേപ്പ് ആവാനും ഈ ഒരു വർക്കൗട്ട് സഹായിക്കുന്നു. മൂന്നാമത്തെ ഒരു വർക്കൗട്ട് നോക്കാം. ഇപ്പം ലെഗ് ടക്കാണ് മൂന്നാമത്തെ ഒരു വർക്കൗട്ട്. അതിന് കൈ ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഇരുവശത്തുമായിട്ട് ടച്ച് ചെയ്യുക. അതിനുശേഷം കാല് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്ത് മുട്ടിത്ത് ഒരല്പം മടക്കി പിടിക്കുക. ഇവിടെ നിന്ന് ഫുള്ളായിട്ട് നിവർത്തുക. വീണ്ടും ഉള്ളിലേക്ക് ഇൻ ചെയ്യുക, ഔട്ട് ചെയ്യുക. ഈ ഒരു വർക്കൗട്ട് ലോവർ ആപ്സിനും അതുപോലെ അപ്പർ ആപ്സിനും അതുപോലെ കാലിൻ്റെ തൈസിനും ഒക്കെ എല്ലാം നല്ല രീതിയിലുള്ളൊരു സ്ട്രെങ്ത് കിട്ടുന്നതിന് വർക്കൗട്ടാണ്. അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യാനും ഈ ഒരു വർക്കൗട്ടിലൂടെ നല്ല രീതിയിൽ സാധിക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്ട്രെങ്ത് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എൻഡൂറൻസ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഈ ഒരു വർക്കൗട്ടിലൂടെ സാധിക്കും. അപ്പോൾ നമുക്ക് നാലാമത്തെ ഒരു വർക്കൗട്ട് നോക്കാം. ഇത് ഹിപ്പ് ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു വർക്കൗട്ടിനെ പറയുന്നത്. അപ്പം അത് കാല് നമ്മൾ താഴെ കിടന്നിട്ട് കാല് മാക്സിമം ഇതുപോലെ ഒന്ന് ശരീരത്തോട്ട് ചേർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ കാലിൻ്റെ ഈ ആംഗിളിലേക്ക് ഇവിടെ ഒന്ന് ക്യാച്ച് ചെയ്യുക. ബോഡി താഴേക്ക് ഫുള്ളായിട്ട് ഉറപ്പിച്ച് വെക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക. ഇപ്പോൾ മാക്സിമം നല്ല രീതിയിലൊന്ന് റൈസ് ചെയ്യുക. താഴേക്ക് ഡൗൺ ചെയ്യുക. ഇത് ലോവർ ബാക്കിന് ഏറ്റവും എഫക്റ്റ് കിട്ടുന്ന ഒരു വർക്കൗട്ടാണ്.
ലോവർ ബാക്കും അതോടൊപ്പം ഗ്ലൂട്ട്സിനും നല്ല രീതിയിൽ സ്ട്രെങ്ത് കിട്ടുന്നൊരു വർക്കൗട്ടാണ് ഈ ബ്രിഡ്ജ് വർക്കൗട്ട്. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ